നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി ഷാജി. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊറോണ പ്രതിരോധ വാക്സിനുകൾക്ക് അനുമതി നൽകി നിരവധി രാജ്യങ്ങൾ. കുവൈത്തിൽ ഫൈസർ ബയോടെക് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി. ഫൈസറിന് പിന്നാലെ സിനോഫോം വാക്സിനും അനുമതി നൽകി ബഹ്റൈൻ. ബ്രിട്ടനിൽ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവരിൽ കൂടുതൽ മലയാളി ഡോക്ടർമാർ. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് വിധി എഴുതുക 4 ജില്ലകളിലെ വോട്ടർമാർ. കോഴിക്കോട് കോർപ്പറേഷനിലും ചെങ്ങോട്ടുകാവിലും NDA സ്ഥാനാർത്ഥികൾക്ക് നേരെ CPM അതിക്രമം. മുഖ്യമന്ത്രിയുടെ കൊറോണ വാക്സിൻ പ്രഖ്യാപനത്തിൽ വിവാദം കൊഴുക്കുന്നു. മുഖ്യമന്ത്രി ചട്ടം ലംഘിച്ചെന്ന് പ്രതിപക്ഷം. കേന്ദ്രം സൗജന്യമായി നൽകും എന്നറിയിച്ച വാക്സിൻ സ്വന്തം ക്രെഡിറ്റാക്കി മാറ്റിയെന്ന് കെ സുരേന്ദ്രൻ. പിണറായിക്ക് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയെന്നും പരിഹാസം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മുഖ്യമന്ത്രിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന കമ്മീഷൻ. വിവാദങ്ങൾ അനാവശ്യമെന്ന് വിജയരാഘവൻ. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് സംഘടനകൾക്ക് വൻതോതിൽ വിദേശ സഹായം ലഭിച്ചെന്ന് ED. പണമെത്തിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി റൌഫ് ഷെരീഫ് വഴി. ലോക്ഡൌൺ കാലത്തും വിദേശ സഹായം. 2.25 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും റൌഫിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഇടുക്കിയിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് സർക്കാർ. റവന്യൂ സംഘം തിരിച്ചുപിടിച്ചത് വാഗമൺ, മൂന്നാർ മേഖലകളിലെ 100 ഏക്കറോളം കയ്യേറ്റ ഭൂമി. നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. കർഷകരുമായി നാളെ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. രേഖാമൂലം നൽകിയ നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കൃഷിമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നിയമം പിൻവലിക്കണമെന്ന നിലപാടിൽ ഉറച്ച് കാർഷിക സംഘടനകൾ. സമരത്തിന് പിന്നിൽ വിഘടനവാദികളെന്ന് പ്രകാശ് ജാവ്ദേക്കർ. വീണ്ടും കൊമ്പുകുത്തി കൊമ്പന്മാർ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3ാം തോൽവി. ബംഗളൂരുവിനോട് കീഴടങ്ങിയത് 2-നെതിരെ 4 ഗോളിന്. സമ്പാദ്യം 2 പോയിന്റ് മാത്രം. വാർത്തകൾ വിശദമായി നോക്കാം. കുവൈറ്റിൽ കൊറോണ വ്യാപന നിരക്ക് കുറയുന്നു. ഇന്ന് പുതിയതായി 174 പേർക്ക് വൈറസ് സ്ഥിരീകരിക്കുകയും 269 പേർ രോഗമുക്തരാവുകയും ചെയ്തു. അതേസമയം വൈറസ് ബാധയെ തുടർന്നുള്ള മരണങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തില്ല. കുവൈറ്റിൽ കൊറോണ വ്യാപനം കുറഞ്ഞു വരുന്നതായാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3679 പേരിൽ നടത്തിയ പരിശോധനയിൽ 174 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗമുക്തി നേടിയ 269 പേർ ഉൾപ്പെടെ 1,42,094 പേരാണ് ആകെ രോഗമുക്തർ. വൈറസ് ബാധയെ തുടർന്നുള്ള ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസമായിരുന്നു ഇന്ന്. രോഗബാധയേറ്റ് ഇന്നലെ വരെ ആകെ മരണമടഞ്ഞവരുടെ എണ്ണം 911 ആണ്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 3213 പേരിൽ 62 പേർ തീവ്ര പരിചരണ വിഭാഗം. രാജ്യത്താകെ 11,80,662 പേരെ വൈറസ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും ഇതിൽ 1,46,218 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തണുപ്പ് കൂടുന്ന ഡിസംബറിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും പുതിയ കേസുകളുടെ എണ്ണം കുറയുന്നതിനോടൊപ്പം തന്നെ രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശ്വാസകരമാണ്. ജനം, കുവൈറ്റിൽ ഫൈസർ ബയോടെക് വാക്സിൻ ഉപയോഗിക്കാൻ അനുമതി. വാക്സിനിലെ സുരക്ഷയും ഗുണനിലവാരവും അവലോകനം ചെയ്തതിനു ശേഷം ആരോഗ്യ മന്ത്രാലയമാണ് വാക്സിന് അനുമതി നൽകിയത്. കൊറോണയ്ക്കെതിരെ അടിയന്തര ഉപയോഗത്തിന് ഫൈസർ ബയോടെക് വാക്സിന് അനുമതി നൽകിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെഡിസിൻ രജിസ്ട്രേഷൻ സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത സമിതി വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകിയതായി ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫുഡ് സൂപ്പർവിഷൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽ ബദർ പ്രസ്താവനയിൽ പറഞ്ഞു. വാക്സിൻ വിലയിരുത്തുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും നിയോഗിച്ച കമ്മിറ്റിയാണ് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത്. വാക്സിനിലെ സുരക്ഷയും ഗുണനിലവാരവും സമഗ്രമായി അവലോകനം ചെയ്തതിനെ തുടർന്നാണ് സമിതിയുടെ തീരുമാനം. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ അൽബദർ അവലോകനം ചെയ്തതായി സമിതി അറിയിച്ചു. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം ഫൈസർ ബയോടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകിയിരുന്നു. ജനം, കുവൈറ്റ്. ബഹ്റൈനിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയ സിനോഫാം കൊറോണ പ്രതിരോധ വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി. നേരത്തെ ഫൈസർ ബയോടെക് പ്രതിരോധ വാക്സിനും അനുമതി നൽകിയിരുന്നു. കൊറോണ പ്രതിരോധ വാക്സിനായ സിനോഫാമിന് ഔദ്യോഗിക അംഗീകാരം നൽകി ബഹ്റൈൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി. സിനോഫാം വാക്സിന്റെ മിഡിൽ ഈസ്റ്റിലെയും നോർത്ത് ആഫ്രിക്കയിലെയും വിതരണക്കാരായ G42 ഹെൽത്ത് കെയർ കമ്പനിക്ക് അംഗീകാരം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയതായും NHRA അറിയിച്ചു.
വിവിധ രാജ്യങ്ങളിൽ സിനോഫാം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചതിന്റെ ഫലങ്ങൾ പഠനത്തിന് വിധേയമാക്കിയാണ് NHRA തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ ഇതേ വാക്സിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ പരീക്ഷണം ബഹ്റൈനിൽ നടന്നിരുന്നു. 7700ഓളം സന്നദ്ധ പ്രവർത്തകരാണ് ബഹ്റൈനിൽ സിനോഫാം വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വിധേയമായിരുന്നത്. 42,299 പേരിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വാക്സിന് 86% ഫലപ്രാപ്തി നിരക്കും ആന്റിബോഡിയെ നിർവീര്യമാക്കുന്നതിൽ 99% സെറോ കൺവെൻഷൻ നിരക്കും രോഗവ്യാപനം തടയുന്നതിലുള്ള ഫലസിദ്ധി 100% കൈവരിക്കാനായെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം രാജ്യത്തെ ക്ലിനിക്കൽ റിസർച്ച് കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ തലങ്ങളിലെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചാണ് തീരുമാനം. ഫോർ ഹ്യൂമാനിറ്റി ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ബഹ്റൈനിലും സിനോഫാം വാക്സിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം നടന്നിരുന്നത്. 7700 സന്നദ്ധ പ്രവർത്തകരിലാണ് ബഹ്റൈനിൽ ഇത് പരീക്ഷിച്ചത്. പരീക്ഷണത്തിന്റെ ആദ്യ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊറോണ രോഗികളുമായി അടുത്തിടപഴകേണ്ടി വരുന്ന മുൻനിര പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് ബഹ്റൈനിൽ ഈ വാക്സിൻ നൽകി വന്നിരുന്നു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. ദ്വിദിന സന്ദർശനത്തിന് സൗദി അറേബ്യയിലെത്തിയ കരസേനാ മേധാവി ജനറൽ MM നരവാനെ രാജ്യം ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. റോയൽ സൗദി ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഗാർഡ് ഓഫ് ഓണർ നടന്നത്. ദ്വിദിന സന്ദർശനത്തിന് സൗദിയിലെത്തിയ ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി സ്റ്റാഫ് ജനറൽ MM നരവാനെ രാജ്യം ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. റോയൽ സൗദി ഹെഡ്ക്വാർട്ടേഴ്സിൽ ആണ് ഗാർഡ് ഓഫ് ഓണർ ചടങ്ങ് നടന്നത്. തുടർന്ന് ജനറൽ MM നരവാനെ റോയൽ സൗദി ലാൻഡ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഫഹദ് ബിൻ അബ്ദുള്ള മുഹമ്മദ് അൽ മുദീറുമായി ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഒരു ഇന്ത്യൻ ആർമി ചീഫ് ആദ്യമായാണ് സൗദി അറേബ്യയിൽ എത്തുന്നത് എന്നതിനാൽ ഈ സന്ദർശനത്തിന് ചരിത്രപരമായ പ്രാധാന്യമാണ് ഉള്ളത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് ദ്വിദിന സന്ദർശനത്തിലെ മുഖ്യ അജണ്ട. കരസേനാ മേധാവി റോയൽ സൗദി ലാൻഡിന്റെ ഫോഴ്സിന്റെ ആസ്ഥാനം, ജോയിന്റ് ഫോഴ്സ് കമാൻഡന്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, കിങ് അബ്ദുൾ അസീസ് മിലിറ്ററി അക്കാദമി എന്നിവയും MM നരവാൻ സന്ദർശിക്കും. നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ച് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റികളെയും അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുമെന്നും എംബസി അറിയിച്ചു. കനകലാൽ, ജനം, റിയാദ്. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് കുവൈറ്റിലെ ട്രാവൽ ഏജൻസികൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെന്ന് റിപ്പോർട്ട്. 40% ട്രാവൽസുകളുടെ പ്രവർത്തനങ്ങളാണ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത്. ഏജൻസികൾ അടച്ചുപൂട്ടുന്നതോടെ 5000-ഓളം പ്രവാസി ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് കുവൈറ്റിലെ ടൂറിസം യാത്രാമേഖലയ്ക്ക് ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കൊറോണ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ 85% നിർത്തിവെച്ചതോടെ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിക്കിടയാക്കിയിട്ടുണ്ട്. കൂടാതെ ധാരാളം തൊഴിൽ നഷ്ടവും ഉണ്ടായിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിമാനത്താവളങ്ങൾ അടച്ചിട്ടതിനെ തുടർന്ന് ചില രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളുടെ കുറവും ഹോട്ടൽ റിസർവേഷൻ പ്രവർത്തനങ്ങളുടെ പ്രതിസന്ധി എന്നിവ മൂലം ട്രാവൽ ഏജൻസികളുടെ ഉടമകൾ വലിയ ആശങ്കയിലാണ്. 450-ലധികം ട്രാവൽ ഏജൻസികൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണെന്നും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 18 ട്രാവൽ ഏജൻസികൾ ഇതിനകം അടച്ചുപൂട്ടിയിട്ടുണ്ട്. കൂടാതെ 400 ഏജൻസികളും കുവൈറ്റിൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണെന്നും അധികൃതർ അറിയിച്ചു. വരുമാനത്തിന്റെ ഗണ്യമായ കുറവുണ്ടായതിനാൽ കമ്പനികൾക്ക് ശമ്പളം നൽകാൻ കഴിയാത്തതിനാൽ 5000-ഓളം പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ജനം, കുവൈറ്റ്. ശൈത്യകാലം ആഘോഷമാക്കാൻ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിന്റർ ഇൻ ദ വേൾഡ് പേരിട്ടിരിക്കുന്ന പദ്ധതിയുമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പദ്ധതിക്ക് പിന്നിൽ. UAEയുടെ ശൈത്യകാലം ആഘോഷമാക്കാൻ പദ്ധതിയുമായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിന്റർ ഇൻ ദ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി വഴി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ആകർഷിക്കാനും ആഭ്യന്തര ടൂറിസം മെച്ചപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നത്. ബോട്ടിംഗ് മുതൽ ഹൈക്കിംഗ് വരെ UAEയുടെ അനന്ത സാധ്യത വെളിപ്പെടുത്തുന്ന വീഡിയോയും ഷെയ്ഖ് മുഹമ്മദ് പോസ്റ്റ് ചെയ്തു. ആഭ്യന്തര ടൂറിസം വഴി 41 ബില്യൺ ദിർഹമാണ് വരുമാനമെന്നും ഇത് ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. രാജ്യത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രാദേശിക ടൂറിസം അധികൃതരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 7 എമിറേറ്റുകളിലെയും ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത ടൂറിസം കേന്ദ്രങ്ങളും ലാൻഡ്മാർക്കുകളും പുറത്തു കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ടൂറിസം വികസനം വഴി നിരവധി പേർക്ക് മികച്ച വരുമാനവും ജോലിയും ലഭിക്കും. ജനം, ദുബായ്.
IPL-ന് പിന്നാലെ UAE-യിൽ കൂടുതൽ ക്രിക്കറ്റ് പരീക്ഷണങ്ങളുമായി ഇന്ത്യ. കുട്ടികളിൽ ക്രിക്കറ്റ് താൽപര്യം വളർത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിലെ MS ധോണി അക്കാദമി ദുബൈയിൽ പരിശീലനക്കാളരെ തുടങ്ങി. ദുബൈയിലെ ക്രിക്കറ്റ് പരിശീലകരായ ക്രിക്കറ്റ് സ്പെറോ അക്കാദമിയുമായി ചേർന്നാണ് 5 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കായി പരിശീലനം നൽകുന്നത്. അക്കാദമിയുടെ ലോഞ്ചിംഗ് ശനിയാഴ്ച ദുബൈയിൽ നടന്നു. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായി റിയാദിൽ ചിത്രീകരിച്ച ക്രിസ്മസ് മ്യൂസിക് ആൽബം റിലീസ് ചെയ്തു. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന ക്രിസ്മസ് മ്യൂസിക് ആൽബമാണ് റിലീസ് ചെയ്തത്. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും റിയാദിൽ ചിത്രീകരിച്ച ക്രിസ്മസ് മ്യൂസിക് ആൽബം താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ റിലീസ് ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ റിയാദ് പ്രൊവിൻസ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ ഡേവിഡ് ലൂക്കോസ് പ്രാലയിൽ, ജോഷുവ കളീക്കൽ എന്നിവർ ചേർന്നാണ് മ്യൂസിക് ആൽബം റിലീസ് ചെയ്തത്. മാധ്യമപ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗാനരചനയും മ്യൂസിക് ആൽബത്തിന്റെ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തങ്കച്ചൻ വർഗീസാണ്. സംഗീതം ജോജി കൊല്ലം. തങ്കച്ചൻ വർഗീസ്, ജമ്മ ഷാജി, ജേക്കബ് സെബാസ്റ്റ്യൻ, റോബിൻ ജേക്കബ്, ജോളി ജോൺ, ജൂലിയ ജോസ്, ലിനറ്റ്സ് കറിയ, ജിയ തോമസ്, ലിജ അലൻ, സൗമ്യ തോമസ്, സ്വപ്ന റോബിൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ജനം, റിയാദ്. അമേരിക്കയിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ആക്രമണം. വാഷിംഗ്ടൺ DC-യിൽ ഇന്ത്യൻ എംബസി പരിസരത്തുള്ള ഗാന്ധി പ്രതിമ ഖലിസ്ഥാൻവാദികളാണ് വികൃതമാക്കിയത്. കർഷക സമരത്തിന്റെ പേരിൽ ഇന്ത്യൻ എംബസിയിലേക്ക് റാലി സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ഖലിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം സിഖുകാർ പ്രതിമയിലേക്ക് ചാടിക്കയറിയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തെ ഇന്ത്യൻ എംബസി അപലപിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ റസൽ ഖൈമയിൽ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു. രാത്രി പരിശീലനം, 15 പരിശീലന ക്ലാസുകൾ തുടങ്ങിയവ നിർബന്ധമാക്കിയതടക്കമുള്ള നിയമങ്ങൾ റാക്ക് പോലീസാണ് അറിയിച്ചത്. എമിറേറ്റിന്റെ ട്രാഫിക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതിയ നിയമങ്ങൾ എല്ലാ അപേക്ഷകർക്കും ബാധകമാണെന്ന് റാക്ക് പോലീസ് സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ ഹുമൈദി പറഞ്ഞു. ബ്രിട്ടനിൽ ഫൈസർ ഫാർമസ്യൂട്ടിക്കലിന്റെ കൊറോണ പ്രതിരോധ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവരിൽ കൂടുതൽ മലയാളി ഡോക്ടർമാർ. മാഞ്ചസ്റ്ററിലെ താമസക്കാരിയും തിരുവനന്തപുരം സ്വദേശിനിയുമായ ഡോക്ടർ ശ്രീദേവി നായരാണ് ഫൈസർ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത്. നമസ്തേ. UK-യിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ COVID-19 വാക്സിൻ്റെ ആദ്യത്തെ ബാച്ചിൽ തന്നെ വാക്സിൻ ലഭിക്കാൻ അവസരം ലഭിച്ച ഡോക്ടർ ശ്രീദേവി നായരുടെ വസതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഡോക്ടർ ശ്രീദേവിയിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശ്രീദേവി നായർ. ഞാൻ UK-യിൽ മാഞ്ചസ്റ്ററിലാണ് താമസിക്കുന്നത്. ഇവിടെ NHS-ൽ വർക്ക് ചെയ്യുന്നു, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ രഘുമണി, കൺസൾട്ടൻ്റ് ഓറൽ സർജൻ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ്. 3 മക്കളാണ്. ഈ കോവിഡ് വാക്സിൻ എനിക്ക് കിട്ടിയത് വെനസ്ഡേ 9th ഡിസംബറിനാണ്. അന്നേ ദിവസം എൽഡർലി പേഷ്യൻസിന് കൊടുത്തതിന് ശേഷം മിച്ചം വന്ന വാക്സിൻ സ്റ്റാഫിനായിട്ട് അവർ ഓഫർ ചെയ്തു. അങ്ങനെ ഒരു ക്വസ്റ്റനെയർ ഞങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും അലർജീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആമിൽ IM ആയിട്ട് ഫൈസറിൻ്റെ വാക്സിനാണ് എനിക്ക് ലഭിച്ചത്. ഇതിന് പൂർണ്ണ ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള സെക്കൻഡ് ഡോസും കൂടെ എടുക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഞാൻ 31-ാം തീയതി അത് എടുക്കുന്നതായിരിക്കും. ഇതെടുക്കാൻ തീരുമാനിക്കാൻ കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി വളരെ വൾനറബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. കോവിഡ് പകരാനുള്ള സാധ്യത കൂടുതലുള്ള ഫീൽഡായതുകൊണ്ടും പലരും അറിയുന്നവർ കുറേ പേര് കോവിഡ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ എന്തുകൊണ്ടും കോവിഡ് വന്ന് ഉള്ള കോംപ്ലിക്കേഷനെക്കാട്ടിലും ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരേക്കും എനിക്കൊരു അഡ്വേഴ്സ് എഫക്ട്സും വന്നിട്ടില്ല. ഇന്നിപ്പോൾ Day 4 ആയി. ജനം ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ഹരികുമാറിനോടൊപ്പം മാഞ്ചസ്റ്ററിൽ നിന്നും ഗോപകുമാർ. കൊറോണ വൈറസ് വാക്സിന്റെ സുരക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. വാക്സിന് എല്ലാവിധ സുരക്ഷാ പരിശോധനകൾക്കും വിധേയമാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു.
കൊറോണ വൈറസ് വാക്സിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പു നൽകി. വാക്സിൻ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ എല്ലാ സുരക്ഷാ പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. കൊറോണ വൈറസ് വാക്സിൻ ഉപയോഗിക്കുന്നതിലൂടെ വൈറസുകളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ കഴിയുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കനകലാൽ, ജനം, റിയാദ്. സൗജന്യമായി കൊറോണ വാക്സിൻ നൽകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം വിവാദത്തിൽ. വിഷയത്തിൽ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പിണറായി കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു. കൊറോണ വാക്സിൻ സൗജന്യമായി കേരളത്തിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നലത്തെ വാഗ്ദാനം. ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി UDF MLA KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ളതാണ് പ്രഖ്യാപനമെന്ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള 4 ജില്ലകളിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അതും കണ്ണൂർ ജില്ലയിൽ വെച്ച് മുഖ്യമന്ത്രി ഈ നടത്തിയ പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് നടപടി ഉണ്ടാകണമെന്ന് രേഖാമൂലം ഞാൻ ഇലക്ഷൻ കമ്മീഷണറോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. അതേസമയം വാക്സിൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടേത് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കുറ്റവാളിയുടെ രോദനമാണ് ഇന്നലെ കേട്ടത്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എല്ലാ ചട്ടങ്ങളും ലംഘിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയാണ്. കേന്ദ്രം സൗജന്യമായി കൊടുക്കുന്ന കോവിഡ് വാക്സിൻ ഞങ്ങൾ സൗജന്യമായി കൊടുക്കുന്നതാണ്. എവിടുന്നാണ് ഈ കോവിഡ് വാക്സിൻ സാറേ താങ്കൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണി എപ്പോഴും താങ്കൾ ചെയ്യുന്നത്? വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ചട്ടലംഘനമെന്ന് കെ സുധാകരനും പ്രതികരിച്ചു. വാക്സിൻ പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ മറുപടി നൽകി. ഞാൻ വാർത്ത കണ്ടിട്ടില്ല, മാധ്യമങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും പരിശോധിക്കും, തീർച്ചയായും പരിശോധിക്കും, പരാതി കിട്ടിയാൽ പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ചട്ടലംഘനമായി വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നായിരുന്നു LDF കൺവീനർ A വിജയരാഘവന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ LDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കൊറോണ വാക്സിൻ സൗജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നിലേക്ക് എത്തും എന്ന ഭയമാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം നാളെ നടക്കാനിരിക്കെ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വോട്ടർമാരെ സ്വാധീനിക്കാൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം നടക്കാനിരിക്കെയാണ് ഇന്നലെ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. വോട്ടർമാരെ സ്വാധീനിക്കാനാണിത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചു വരുത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ ഒരുങ്ങുന്നത് വലിയ തമാശയാണ്. CPM കൊലയാളികളെ ഭരണസ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് രക്ഷിക്കുന്നത് പോലുള്ള അന്വേഷണമാണോ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മുഖ്യമന്ത്രി പറയുന്നത് എന്താ, ഞാൻ ഇത് സംബന്ധിച്ച് കത്തയക്കും പ്രധാനമന്ത്രിക്ക്. മുഖ്യമന്ത്രി ഒരു കത്തയക്കുന്നത് കേരളത്തിലെ പൊതു ജനങ്ങളുടെ മൊത്തം വികാരത്തിന്റെ അടിസ്ഥാനത്തിലാകണം. ഇവിടെ അതല്ല ചെയ്യുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് അബ്യൂസിംഗ് ഹിസ് പൊസിഷൻ. തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ CM രവീന്ദ്രനെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആടിപ്പോയത്. CM രവീന്ദ്രനെ പിടികൂടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വിറയൽ? അടിമുടി അഴിമതിയിൽ മുങ്ങിയ സർക്കാരിനെതിരെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനം, കൊച്ചി. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് 4 ജില്ലകളിലെ വോട്ടർമാരാണ് നാളെ വിധി എഴുതുക. നിശബ്ദ പ്രചാരണ ദിവസവും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും. കോഴിക്കോട് ജില്ലയിൽ 2938 ബൂത്തുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പലയിടങ്ങളിലും മുൻപില്ലാത്ത രീതിയിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. മലപ്പുറം താനൂർ നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായ NDA ഭരണം കൈയാളും എന്ന ശുഭപ്രതീക്ഷയിലാണ്. നഗരസഭയിലെ 44 സീറ്റിൽ 10 BJPക്കുണ്ട്. UDF ഭരിക്കുന്ന നഗരസഭയിൽ അട്ടിമറി നടക്കുമെന്നാണ് NDA വിശ്വാസം. മലപ്പുറം ജില്ലയിൽ NDAക്ക് വളക്കൂറുള്ള മണ്ണാണ് താനൂരിലേത്. NDAക്ക് ഏറെ പ്രതീക്ഷയുള്ള നഗരസഭയിൽ പ്രചരണത്തിലും മുന്നിലാണ്.
10 വാർഡുകളിൽ ജയിച്ച NDA ആണ് പ്രധാന പ്രതിപക്ഷം. CPM-നും കോൺഗ്രസിനും 2 സീറ്റ് വീതമാണുള്ളത്. 30 സീറ്റിൽ വലിയ ഭൂരിപക്ഷമാണ് ലീഗിനുള്ളത്. എന്നാൽ ഇത്തവണ UDF-ൽ വലിയ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. ലീഗിലും അസ്വാരസ്യം പുകയുന്നു. ഇതെല്ലാം NDAക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. സാധാരണ ജനങ്ങളിൽ നിന്നും വളരെ നല്ല അനുകൂലമായ ഒരു സമീപനമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും പല കാര്യങ്ങളും സാധാരണക്കാരിൽ എത്തിയത് മൂലം ജനങ്ങൾ നല്ലൊരു സഹകരണമാണ് പാർട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയിക്കും, ഭരണത്തിലേറുമെന്ന് തന്നെയാണ് പാർട്ടി ഇവിടെ പ്രതീക്ഷിക്കുന്നത്. 20ഓളം സീറ്റുകളിൽ വിജയിച്ചു കയറാമെന്നാണ് NDA പ്രതീക്ഷ അർപ്പിക്കുന്നത്. നഗരസഭയിൽ ഇത്തവണ ഭരണം നേടാനുള്ള പ്രവർത്തനങ്ങളുമായാണ് NDA മുന്നോട്ട് പോകുന്നത്. ജനം, മലപ്പുറം. കുവൈത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വേൾഡ് ഫുഡ് 2020 പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുക്കിംഗ് കോമ്പറ്റീഷൻ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. അറബിക്, ഇന്ത്യൻ കേക്ക് ബേക്കിംഗ്, ലിറ്റിൽ ബേക്കേഴ്സ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ലുലു കുവൈത്ത് റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ലുലു മാനേജ്മെന്റ് പ്രതിനിധികൾ, മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുവൈത്തിലെ കലാ സാംസ്കാരിക സംഘടനയായ വിസ്മയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് സോഷ്യൽ സർവീസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പരിപാടിയിൽ കുവൈത്തിലെ വിവിധ മേഖലകളിലെ പ്രവർത്തകർ സംസാരിച്ചു. പ്രവാസി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും അതോടൊപ്പം കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിൽ കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് വിസ്മയ കുവൈറ്റിന്റെ ലക്ഷ്യം. കുവൈറ്റ് സിറ്റി ടവർ ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടി ഹൈടെക് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. PM നായർ അധ്യക്ഷനായ യോഗത്തിൽ അജിത് കുമാർ സംഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും വിശദീകരിച്ചു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ വിസ്മയ കുവൈറ്റിന്റെ ലോഗോ പ്രകാശന കർമ്മം മനോജ് മാവേലിക്കര, ബാബുജി ബത്തരി, PG ബിനു, PM നായർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളായി PM നായർ ചെയർമാനായും ഹൈടെക് ജയകുമാർ വൈസ് ചെയർമാനായും പ്രസിഡന്റായി അജിത് കുമാറിനെയും വനിതാ വിഭാഗം പ്രസിഡന്റായി ഷൈനി ഫ്രാങ്കിനെയും തെരഞ്ഞെടുത്തു. ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയായും ജിയാഷ് അബ്ദുൽ കരീം ട്രഷററുമായി. പ്രവർത്തക സമിതി അംഗങ്ങളെയും മറ്റു ഭാരവാഹികളെയും ഉടനെ തെരഞ്ഞെടുത്തുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. സമരം ചെയ്യുന്ന കർഷകരുമായി നാളെ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. രേഖാമൂലം നൽകിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. എന്നാൽ നിയമം പൂർണ്ണമായും പിൻവലിക്കണം എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രസിംഗ് തോമർ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. പുതിയ കാർഷിക നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കില്ലെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്ന കേന്ദ്ര സർക്കാർ കർഷകരുടെ ആശങ്കകൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി നാളെ വീണ്ടും ചർച്ച നടത്താമെന്നും സർക്കാർ രേഖാമൂലം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കും. കരാറിൽ പ്രശ്നങ്ങളുണ്ടായാൽ കർഷകർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. പ്രാദേശിക ചന്തകൾ നിലനിർത്തും തുടങ്ങിയ ഉറപ്പുകളാണ് കേന്ദ്രം സമരം ചെയ്യുന്ന കർഷക സംഘടനകൾക്ക് നൽകിയത്. എന്നാൽ നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ഒരു വിഭാഗം സമരക്കാർ. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഇവർ അറിയിച്ചു. കർഷക സമരത്തിൽ വിഘടനവാദ സംഘടനകളും മാവോവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും സമരത്തിന്റെ പേരിൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആരോപിച്ചിരുന്നു. ജനം, ഡൽഹി. പാർലമെന്റ് ആക്രമണത്തിന്റെ 19ാം വാർഷിക ദിനത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ പാർലമെന്റിനെതിരായ ആക്രമണം നടന്ന ഈ ദിവസം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിനെ സംരക്ഷിക്കാൻ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വീര്യവും ത്യാഗവും ഓർക്കുന്നു. ഇന്ത്യ എപ്പോഴും അവരോട് നന്ദിയുള്ളവരായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ജയം. BJP 9 സീറ്റിലും സഖ്യകക്ഷിയായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ 12 സീറ്റിലും ഗണശക്തി പാർട്ടി 1 സീറ്റിലും വിജയിച്ചു. ഭരണകക്ഷിയായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 17 സീറ്റ് നേടി. കോൺഗ്രസ് ഒരിടത്തൊതുങ്ങി. UPPL അധ്യക്ഷൻ പ്രമോദ് ബോഡോ BTCയുടെ പുതിയ അധ്യക്ഷനാകും. 40 സീറ്റാണ് കൗൺസിലുള്ളത്. BJPയുടെ വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഭിനന്ദിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും ആക്രമണം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലാണ് CPM നേതൃത്വത്തിൽ ആക്രമണം നടത്തുന്നത്. പരാജയം മണക്കുന്നിടങ്ങളിൽ CPM കയ്യൂക്ക് കാട്ടുകയാണെന്ന് BJPയും കോൺഗ്രസും ആരോപിച്ചു. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ജില്ലയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോട്ടയിൽ അടിപതറുമെന്ന ആശങ്ക CPMനുണ്ട്. ഇടതുകോട്ടകളിൽ നിന്ന് NDAയിലേക്ക് അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്ന ഭീതിയിലാണ് CPM ജില്ലാ നേതൃത്വം. കോഴിക്കോട് കോർപ്പറേഷനിലെ നടക്കാവ് വാർഡ് NDA സ്ഥാനാർത്ഥി
രമ്യ മുരളിക്ക് നേരെ കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായി. പരസ്യപ്രചാരണം അവസാനിച്ച സമയത്ത് അസഭ്യവർഷവുമായി CPM പ്രവർത്തകർ പ്രകോപനം അഴിച്ചുവിടുകയായിരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലും CPM അക്രമം അഴിച്ചുവിട്ടു. പല സ്ഥലങ്ങളിലും NDA സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചു. സുരേഷ് ഗോപി ഉൾപ്പെടെ BJP നേതാക്കളുടെ നീണ്ട നിരയാണ് ജില്ലയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ജില്ലയിലെ പലയിടങ്ങളിലും UDF LDF പ്രവർത്തകർ ഏറ്റുമുട്ടി. ജനം, കോഴിക്കോട്. പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ വിദേശ സഹായം ലഭിച്ചതായി EDയുടെ കണ്ടെത്തൽ. ഇന്നലെ അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെ അക്കൗണ്ടിലെത്തിയത് 2,21 ലക്ഷം രൂപ. കോടതിയിൽ ഹാജരാക്കിയ റൌഫ് ഷെരീഫിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. KA റൌഫ് ഷെരീഫിലൂടെയാണ് ക്യാമ്പസ് ഫ്രണ്ടിന് വലിയ തോതിൽ വിദേശ സഹായം എത്തിയിരുന്നത്. ഇയാളുടെ 3 അക്കൗണ്ടുകളിലൂടെയായിരുന്നു സാമ്പത്തിക ഇടപാടുകൾ. ഇതിന്റെയെല്ലാം ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. റൌഫിന്റെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയായി 2,21 ലക്ഷം രൂപയുടെ ഇടപാടുകൾ സമീപകാലത്ത് മാത്രം നടന്നിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ഇയാളുടെ അക്കൗണ്ടിൽ ഹോട്ടൽ വ്യവസായത്തിനെന്ന പേരിൽ 29 ലക്ഷം രൂപയെത്തി. ഹാത്രസ് വിഷയമുയർത്തി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ കലാപ നീക്കങ്ങൾ നടത്തിയതിന്റെ വിവരങ്ങൾ UP പോലീസിന് ലഭിച്ചിരുന്നു. അറസ്റ്റിലായ മലയാളി സിദ്ദിഖാപ്പിനെ ഹാത്രസിലേക്ക് അയച്ചതും റൌഫിന്റെ നിർദ്ദേശപ്രകാരമാണ്. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് അദീഖ് റഹ്മാന്റെ അക്കൗണ്ടുകളിലേക്കും പണം മാറ്റിയിട്ടുണ്ട്. റൌഫ് ഷെരീഫിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി കൊല്ലം അഞ്ചൽ സ്വദേശി റൌഫ് ഷെരീഫിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത്. ജനം, കൊച്ചി. കണ്ണൂർ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് നിന്ന് CPMന്റെ പ്രചാരണ ബോർഡുകൾ മാറ്റിയില്ലെന്ന ആരോപണം. പഞ്ചായത്തിലെ 12-ാം നമ്പർ ബൂത്തിന് പരിസരത്തെ പ്രചാരണ ബോർഡുകൾ നീക്കിയില്ല എന്നാണ് പരാതി. പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് പ്രചാരണ സാമഗ്രികൾ വയ്ക്കാൻ പാടില്ലെന്ന ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഥകളെയും കഥാപാത്രങ്ങളെയും കാലത്തിന് കൈമാറി മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഓർമ്മയായി. കോഴിക്കോട് തിക്കോടിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കൈരളി വിവേക് ഖാദറിന് വിട നൽകി. ഇതോടെ പ്രവാസി നേരം പൂർണ്ണമാകുന്നു. നമസ്തേ.